ഹായ്, ഷാഫി ദ വാട്സപ്പ് എക്സ്പേർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ബിസിനസ്സിന് എങ്ങനെ വാട്സപ്പിന് ഉപയോഗപ്പെടുത്താം, വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ ഇവർ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് എങ്ങനെ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റും, എനിക്ക് ആസ് എ വാട്സപ്പ് എക്സ്പേർട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് പ്രോബ്ലംസ് പറയുകയാണെങ്കിൽ ഒന്ന് ട്രസ്റ്റാണ്. ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ ഫസ്റ്റ് വേണ്ടത് ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അവിടെയുള്ള ഡോക്ടർമാരെ കുറിച്ച്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ആളുകൾ അല്ലെങ്കിൽ പേഷ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നേ വേണം. ക്രെഡിബിലിറ്റി, നിങ്ങളൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ബിസിനസ്സിനെ കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കണമല്ലോ. അപ്പോൾ ഈ സംഭവങ്ങൾ എങ്ങനെ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ട്രസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ക്രെഡിബിലിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ കോമ്പറ്റീഷൻ, എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എല്ലാ മുക്കിലും മൂലയിലൊക്കെ ഇന്ന് ക്ലിനിക്കുകളും ഹോസ്പിറ്റൽസും ഒക്കെ വരുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും കൂടുതലാണ്. ലിമിറ്റഡ് കൺസ്യൂമർ നോളജ്, പേഷ്യൻസിന് അല്ലെങ്കിൽ ആളുകൾക്ക് അവർക്ക് വരുന്നതായിട്ടുള്ള അവർക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ അവരനുഭവിക്കുന്നതായിട്ടുള്ള രോഗങ്ങളെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. കൂടാതെ ഉള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കുറേ ആളുകൾ വളരെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന രൂപത്തിലും ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം കുറക്കുക. ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്തിക്കലാണ് ഈ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതർ ഹോസ്പിറ്റലാവാം അല്ലെങ്കിൽ ക്ലിനിക്ക് ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നൽ, ആ ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവണം. അതുപോലെ ചേഞ്ചിങ് ഡെമോഗ്രാഫിക്സ്. ഇപ്പോൾ നമ്മുടെ ഏതൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് കുറേ പ്രായമായവർക്കൊക്കെ എഴുതുന്ന കുറേ അസുഖങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേസിൽ നമ്മളടുത്തൊക്കെ വളരെ ചെറിയ അല്ലെങ്കിൽ യുവാക്കൾ മുതൽ പല രോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ സർവീസ് പിച്ച് ചെയ്യും, അവർക്ക് എങ്ങനെ നമ്മുടെ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, കൂടാതെ അവരെ എവിടെയാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്, പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ എവിടെയാണ് ഈ ഓരോ ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ ഓരോ ഓഡിയൻസ് എവിടെയാണ് ആക്റ്റീവായിട്ടുള്ളത് അവിടെ നമ്മൾ അവൈലബിൾ ആയിരിക്കുക, അതുപോലെ അവിടെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓഡിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇന്നും പല ഹോസ്പിറ്റൽസും പല ക്ലിനിക്കുകളും ഒന്നും നമ്മൾ വിചാരിച്ച പോലെയോ അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഈവൻ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പോലും ഇന്നും നമ്മൾ ഈ ഒരു UPI അല്ലെങ്കിൽ മറ്റുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന രൂപത്തിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ആളുകൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ മടിക്കും, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിന് പുറമെ പിന്നെ സാധാരണ ഞാൻ പറയാറുള്ള കോമൺ പ്രോബ്ലംസ്, മെസ്സേജിങ്ങിലും മറ്റുള്ള വരുന്ന ഡിലേയ്സ്, ഫോളോ അപ്പിൽ ഉള്ള ഡിലേയ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിന് ആസ് എ വാട്സപ്പ് എക്സ്പേർട്ട് എനിക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് വാട്സപ്പ് ബിസിനസ് API പർച്ചേസ് ചെയ്യാം, വാട്സപ്പ് ബിസിനസ് API ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വിധ കാര്യങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷൻസ് അതിലൂടെ കിട്ടും. ഒന്ന്, നിങ്ങളുടെ മാർക്കറ്റിംഗ് വളരെ സിമ്പിളാവുകയാണ്, സ്പീഡ് കൂടുതലാവുകയും ചെയ്യണം. പിന്നെ ഈ ഒരു ഓഡിയൻസിനെ നമുക്ക് മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുവാണ്, ഇൻഫോം ചെയ്യുവാണ്, എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കുറേ കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ ഓരോ സമയത്തും ഹെൽത്ത് കെയർ ക്യാമ്പയിൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ ഈ വാട്സാപ്പിലൂടെ തന്നെ കൊടുക്കുക. കാരണം ഇത് ഏറ്റവും ആളുകൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. പിന്നെ അപ്പോയിൻമെൻറ്റ്സും അതിൻ്റെ റിമൈൻഡേഴ്സും ഷെഡ്യൂളിംഗ് ഒക്കെ വാട്സപ്പിലൂടെ കൊടുക്കാൻ നോക്കുക. നിങ്ങളുടെ CRM-ഉമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റംസുമായിട്ട് കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഷെഡ്യൂൾ ചെയ്യാനും അല്ലെങ്കിൽ റിമൈൻഡറായിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ തന്നെ കൊടുക്കുക. പിന്നെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ക്യാമ്പയിൻസ് ഒക്കെ കൊണ്ടുവരിക, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം വാട്സപ്പിലൂടെ കൊടുക്കുക. അവരുമായിട്ട് മാക്സിമം എൻഗേജ് ചെയ്യുന്ന രൂപത്തിലാക്കുക. അതായത് നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിൽ മാത്രം കണ്ടുകൊണ്ട് ചില ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൽ കുറച്ചൊരു ഹ്യൂമൻ ടച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാലേ കാര്യമുള്ളൂ. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക, സർവേകൾ കണ്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സർവേ.
നിങ്ങൾ എത്രത്തോളം പബ്ലിക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം തുടങ്ങിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുള്ള ഒരൊറ്റ എന്താ പറയുക, മിക്ക ഹോസ്പിറ്റലിലും അവരുടെ ഫീഡ്ബാക്ക് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആയിട്ട് എന്താണ് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്ന് ചോദിച്ചിട്ടോ യാതൊരുവിധ മെസ്സേജുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനോ വന്നതായിട്ട് ഓർക്കുന്നില്ല. കുറേ ഹോസ്പിറ്റലിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സർവേ, അതുപോലെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഇതിലൂടെ മാക്സിമം ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. യൂഷ്വലി എന്ത് ചെയ്യും, അവർ നമ്മളെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ ഓർമ്മിക്കപ്പെടും. തീർച്ചയായിട്ടും നമുക്കത് ബിസിനസ്സായിട്ട് മാറും. ഈ കാര്യങ്ങളാണ് നമുക്ക് ഹെൽത്ത് കെയർ ബിസിനസ്സിൽ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ സിസ്റ്റംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട. കാരണം നിങ്ങളെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്.